ഇനി നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ തൊലി കളയാം. സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. ഇത് മാർക്കറ്റിൽ നിന്നും 600 രൂപീസ് കൊടുത്ത് വാങ്ങിയതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം വാങ്ങുന്നത്. സ്വല്പം ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ തൊലി മാറ്റാനായിട്ട്. നമുക്കിതിൻ്റെ മറുവശത്ത് തൊലി ഇളക്കാം. മറുവശത്തെ തൊലി ഇളക്കി കഴിഞ്ഞ് ഇതിൻ്റെ മുതുഭാഗത്ത് ഒരു കട്ടിയുള്ള സാധനം ഇരിപ്പുണ്ട്. അതിൻ്റെ നട്ടലാണെന്ന്, അതിൻ്റെ ബോണാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ബോൺ കുട്ടിക്കാലത്ത് സ്ലേറ്റൊക്കെ ക്ലീൻ ആക്കാനായിട്ടൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സബീനക്കകത്ത് പൗഡറിനകത്ത് ഇത് ഉപയോഗിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ബോണാണെന്നും ഇതുകൊണ്ടാണ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇത് ബോണാണ്. ഇവിടെ കുറച്ച് സ്പോഞ്ച് പൊടി പോലുള്ള സാധനം, ഞെക്കിയാൽ പൊടിയുന്ന സാധനം അതിനകത്തുണ്ട്. മുതുകത്ത് ഇതിൻ്റെ മുകൾ ഭാഗം റഫാണ്. അങ്ങനെ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തു. അതിൻ്റെ വയറ്റിലുള്ള അഴുക്കുകളെല്ലാം കളഞ്ഞ്, അഴുക്കുകളാണ് അതായി കാണുന്നത്. ഇത് അതിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ഭാഗമാണ്. ഇതാണ് അതിനെ നിവർത്തി നിർത്തുന്നത്, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഫ്ലഷി ആയിരിക്കും. ഇനി ഇതിനെ നമുക്ക് അരിഞ്ഞ്